സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. നമുക്കതിന് ആധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ച് കളയും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ മുഹൂർത്തത്തിൽ ഒരു പ്രത്യേക വിഷയത്തിന് മുൻപിൽ മറുപടിയില്ലാതെ അവർ നിന്ന് നട്ടം തിരിയുമ്പോൾ ദൈവം പ്രവാചകനായ യെശയ്യാവിനെ വിളിച്ചു. പ്രവാചകനായ യെശയ്യാവിനെ വിളിച്ചിട്ട് യെശയ്യാവിനോട് പറയുക, തൻ്റെ ജനമായ ഇസ്രായേലിനോട് ചെന്ന് പറയാൻ. എന്ത് പറയാൻ? ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയാകും, അവൻ്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായി വിരിക്കും. അത് കത്തും ഒരു ദിവസം കൊണ്ട്. ഇൻ 1 day's ടൈം, ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ച് കളയുന്നു. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? ദ ഹോൾ നേഷൻ ഓഫ് ഇസ്രയേൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു കാലമുണ്ടായി. അത് ശലോമോന് ശേഷം 10 ഗോത്രങ്ങൾ ദ കിങ്ഡം ഓഫ് ഇസ്രയേൽ എന്നും 2 ഗോത്രങ്ങൾ ദ കിങ്ഡം ഓഫ് ജൂഡ എന്നും തിരിഞ്ഞ് ഹോൾ ഇസ്രയേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ആ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അവരുടെ ദൈവഭക്തി എന്നുള്ളതാണ്. ഈ 2 ഗോത്രങ്ങൾ, യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും, അവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയുള്ളവരും, മറ്റേ 10 ഗോത്രങ്ങൾ അവർ വിഗ്രഹാരാധനയിൽ വളരെ ശുഷ്കാന്തിയുള്ളവരുമായിരുന്നു. അപ്പം ഇവർ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോൾ ഈ 10 ഗോത്രങ്ങളുടെ രാജാക്കന്മാർ, വലിയ രാജ്യമാണ്, അവർ ഓരോരുത്തരും ദുഷ്ടന്മാരും നീചന്മാരും ദൈവദ്വേഷികളുമായി, ദൈവത്തിന് അപമാനം വരുത്തുന്നവരും ദൈവജനത്തെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു. അങ്ങനെ പോയി ഏറെ വർഷങ്ങൾ. പക്ഷെ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു വിചാരമുണ്ടായിരുന്നു, അവര് വാഗ്ദത്ത ദേശത്തിന്റെ അവകാശികളാണെന്ന്. They were the owners of the promised land. But they did not know that they were only inheritors of the promised land. And anything more than that, they were the vassals in the promised land. വാഗ്ദത്ത ദേശത്തിന്റെ അവകാശികൾ മാത്രമാണ് അവര്, ഉടമസ്ഥന്മാരല്ല. അപ്പൊ അവരാരാ? വാസൽസ് പറഞ്ഞാൽ കുടിയാന്മാരെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരിയാ. അവർ കുടിയെടുപ്പുകാരാ അവിടെ. അങ്ങനെയാണെങ്കിൽ മുതലാളി ആരാ? സ്വർഗസ്ഥനായ ദൈവം. ഇറ്റ് ഈസ് ഗോഡ്സ് എർത്ത്, ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഗോഡ്സ് എർത്ത്, ഗോഡ് ഗേവ് ദം ദ പെർമിഷൻ ടു ലിവ്, നോട്ട് ആസ് ദ ഓണേഴ്സ് ഓഫ് ഇറ്റ്, ബട്ട് ആസ് ദ വാസൽസ് ഓഫ് ഇറ്റ്. ടെനന്റിനാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ടെനൻസി അഗ്രിമെന്റ് അനുസരിച്ചുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവന് പിന്നെ അവിടെ എങ്ങനെയും ജീവിക്കാം. മുതലാളി പറഞ്ഞുള്ള വാടക തന്നിട്ടുണ്ട്, ഞാനിവിടെ കള്ളു കുടിക്കുകയോ തോന്നിയ ദിവസം കാണിക്കുകയോ എന്തും ചെയ്യും, എൻ്റെ വാടക തിരുന്നുണ്ടെങ്കിൽ അത് മുതലാളി നോക്കിയാൽ മതി, ബാക്കി കാര്യം മുതലാളി നോക്കണ്ടെന്ന് പറയും. പക്ഷെ വാസൽ അങ്ങനല്ല. ഹി ഈസ് സ്റ്റിൽ ഓൺലി ദി ഓക്യുപ്പന്റ് ഓർ എ സ്ലേവ്. ഹി ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ് more than what a slave can have. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കാൻ മറന്നുപോകുന്നതുമായ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
നമ്മൾ ഭൂമിയിൽ എന്തെങ്കിലും നമ്മുടേതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ നമ്മളല്ല, സ്വർഗസ്ഥനായ ദൈവമാണ്. അത് കൈവശം വെക്കുവാനും നമ്മുടെ ഇഷ്ടം പോലെ അനുഭവിപ്പാനും ദൈവം നമുക്ക് അനുവാദം തന്നത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള കരുണ. പക്ഷെ അവിടെ എങ്ങനെയും ജീവിക്കാം, എന്തുമാകാം, ദൈവത്തെ അറിയണ്ട, ദൈവത്തെ നിഷേധിച്ച് ജീവിക്കാം എന്നൊരു ധാരണ മനസ്സിൽ വെക്കരുത്. ഗോഡ് ഡസൻ പെർമിറ്റ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്തെന്നറിയാമോ, അന്നത്തെ കാലത്തെ അശ്ശൂർ എന്ന് പറയുന്ന മഹാസാമ്രാജ്യത്തെ ഇവർക്കെതിരായിട്ട് കൊണ്ടുവന്നു. The Assyrians of those days were almost or exactly like Americans of these days. ഇന്നത്തെ കാലത്തെ അമേരിക്കക്കാരെ പോലെയാണ് അന്നത്തെ അശൂർ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കൻ പട്ടാളം ടെഹ്റാനിൽ പറന്നിറങ്ങിയിട്ട് IRGCയുടെ തലവൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് അവനെ പരുന്ത് വന്ന് കോഴിക്കൂടിന് ഈ കാട്ടിനിടയിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ പൊക്കിയെടുത്തോണ്ട് പോകുന്ന മാതിരി പൊക്കിയെടുത്തോണ്ടങ്ങ് പോയി. ഇറാനുകൾ മോങ്ങിക്കൊണ്ട് നിൽക്കുക, അവനെ കൊണ്ട് എന്ത് പറ്റും? ഇതുപോലെ എത്ര പവർഫുള്ളാണ് അമേരിക്ക ഇന്ന് ലോകത്ത്, അതുപോലെ പവർഫുള്ളാണ് അന്നത്തെ അസേറിയൻസ്. അന്നത്തെ അസേറിയൻസ് എന്ന് പറഞ്ഞു, പോയി അവനെ നശിപ്പിച്ചേക്കാൻ പറഞ്ഞു, പോയി മുഴുവൻ എണ്ണത്തിനെയും ലാൻഡ് നശിപ്പിച്ചേക്കാൻ പറഞ്ഞു. കാരണം ദൈവത്തിന് വിരോധമായ ഒരു ദേശം പാപം ചെയ്താൽ ആ ദേശത്തിൻ്റെ പാപം ദൈവം ആ ദേശത്തോട് കണക്കിടും. അങ്ങനെ അശൂർ വന്നിട്ടെന്തറിയാമോ, 720 BC, 722 തുടങ്ങിയത്, 720 BC ഉണ്ട്. ഈ 10 ഗോത്രങ്ങളെ മുഴുവൻ നശിപ്പിച്ച്, അവരുടെ ലാൻഡ് മുഴുവൻ നശിപ്പിച്ച്, കൃഷിയും കച്ചവടവും കെട്ടിടങ്ങളും മുഴുവൻ നശിപ്പിച്ചിട്ട് ആളുകളെ അടിമകളായിട്ട് അശൂരിലേക്ക് കൊണ്ടുപോയി. ദൈവം അവരെ അനുവദിച്ചിട്ടാണ്. അപ്പോൾ ദുഷ്ടന്മാരായി ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുന്നതിന് മാത്രമേ, അടിക്കുന്നതിന് മാത്രമേ ദൈവം അശൂരിന് അനുവാദം കൊടുത്തുള്ളൂ. അശൂർ നോക്കിയപ്പം എൻ്റെ അപ്പുറത്തൊരു കുറച്ച് ഒരു ചെറിയ രാജ്യം കിടക്കുന്നു. 2 ഗോത്രങ്ങളേ ഉള്ളൂ. ഏതൊക്കെ? ഈ ബെന്യാമീനും യഹൂദയും. അവിടെയും കയറി 2 അടി കൊടുക്കാൻ തീരുമാനിച്ചെന്നറിയാമോ? അശൂര് ഇവരെയും നിരോധിക്കാൻ വന്നു. അശൂരിൻ്റെ ആക്രമണ രീതി അതിഭയങ്കരമാണ്, ക്രൂരമായ ആക്രമണ രീതികളാണ്. ഞാൻ വേറൊരു രീതിയിൽ അതിനെപ്പറ്റി, വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ദൈവം തമ്പുരാനെ, ഇത് ഞങ്ങളുടെ തലയിൽ വന്ന് കയറാൻ ഞങ്ങൾ എന്തുവാ ചെയ്തത്? പാവങ്ങൾ ദൈവത്തോട് കരയാൻ തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം ഒരു മറുപടി കൊടുത്തു. പലപ്പോഴും ദൈവം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അന്യഭാഷ സംസാരിക്കുന്നു, അന്യഭാഷ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവം നമ്മളോട് അന്യഭാഷയിലല്ല സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് അന്യഭാഷയിലല്ല സംസാരിക്കുന്നത്, അന്യഭാഷയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ. ദൈവം ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയാകും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? സ്വാഭാവികമായിട്ട് മനസ്സിലാകാൻ സാധ്യതയില്ല. പക്ഷെ ദൈവമക്കൾക്കോ, ഇസ്രായേലിനോ, യഹൂദന്മാർക്കോ അവർക്ക് വേറൊരു ഭാഷയിൽ ഇത് മനസ്സിലാകും. അതേത് ഭാഷയാ? അനുഭവത്തിൻ്റെ ഭാഷ എന്നുണ്ട്. കഴിഞ്ഞ നാളിൽ ദൈവം നടത്തിയ വിധങ്ങൾ എന്നൊരു ഭാഷയുണ്ട്. പിതാക്കന്മാരെ ദൈവം നടത്തിയ വിധങ്ങൾ എന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ ഇത് മനസ്സിലാകും. എങ്ങനെയാ കഴിഞ്ഞ നാളിൽ പിതാക്കന്മാരെ ദൈവം നടത്തിയത്? അവരുടെ പിതാക്കന്മാർ, ഒരു ചെറിയ കൂട്ടം ആളുകൾ, അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ഇറങ്ങിത്തിരിക്കാൻ കാര്യം, അവരിറങ്ങിയതല്ല, ദൈവം അവരെ ഇറക്കിയതാണ്. എങ്ങനെ? കുഞ്ഞാടിൻ്റെ ചോര, ചിന്തപ്പെട്ട കുഞ്ഞാടിൻ്റെ ചോരയ്ക്കുള്ളിൽ മറഞ്ഞു
ചോരയ്ക്ക് പിന്നിൽ മറഞ്ഞു എന്നൊരു ഒറ്റ കാരണമാണ് ഒരു മിസ്രൈമിൽ രക്ഷപ്പെട്ടത്. വേറെ ഒരു റീസണുമില്ല. പെസഹ കുഞ്ഞാടിൻ്റെ ചോര എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടത്. ആ ചോരയിൽ മറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാ. അവരവിടുന്ന് ഇറങ്ങിയപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഫറവോൻ ചിരിച്ചുപോയി. ഫറവോനും കൂട്ടരും ചിരിച്ചു വാങ്ങാരെന്നറിയാം. ഇത്രയേ ഉള്ളൂ. ഈ മണ്ടന്മാര്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയാണ് ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ട് എവിടെ പോകും? ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവൻ എവിടെ പോകും? ഇവൻ ഓടിയാൽ എവിടെ വരെ ഓടും? അതുകൊണ്ടാണ് ഫറവോൻ സൈന്യം ചിരിച്ചതും പുറകെ ഇറങ്ങി തിരിച്ചതും. ഈ ഒരുപാട് ദൈവമക്കൾ, ഞാൻ ഈ അധ്യാപകനായുണ്ട്, ഒരുപാട് പേര് എന്നോട് സാറ് പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് പറയാറുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യാറില്ല കേട്ടോ. ഇതിൽ റീസെൻ്റ് ടൈമിൽ എല്ലാ കാലത്തും കണ്ടുള്ളൂ, റീസെൻ്റ് ടൈമിൽ കൂടുതലായി ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അനേക ദൈവമക്കൾ ദൈവവചനം കേട്ട് ദൈവത്താൽ പിടിക്കപ്പെട്ടവരായി ഈ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ, ഒരു സത്യാരാധനക്കാരനായി തീരുവാൻ, ഒരു ദൈവ പൈതലായി തീരുന്നതിന്, ദൈവഭക്തനായി തീരുന്നതിന് ഇറങ്ങിത്തിരിക്കും. ഈ ഇറങ്ങിത്തിരിക്കുന്ന പലതും ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഇമ്പകരമായ ശബ്ദം കേട്ട. ഇങ്ങനെ വലിയ കാര്യമുണ്ട് നമ്മുടെ കർത്താവിന്. മറ്റാർക്കും സംസാരിക്കാൻ കഴിയുന്നതിനെക്കാട്ടിൽ ഇമ്പകരമായി സംസാരിക്കുന്നതിന്, നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്നതിന്, നമ്മുടെ ഹൃദയത്തോട് അടുത്ത് വരുന്നതിന്, നമ്മുടെ ആവശ്യങ്ങൾ സകലതും അറിയുന്നതിന് നമ്മുടെ കർത്താവിന് കഴിയും. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പാട്ടുണ്ട്, ആവശ്യം സകലതും അറിയുന്നു, നാൾതോറും ഭാരങ്ങൾ ചുമക്കുന്നു, മധ്യസ്ഥം നമുക്കായി ചെയ്യുന്നു, വാസവും മേന്മയായി ഒരുക്കുന്നുവെന്ന്. നമ്മുടെ കർത്താവിനെ അറിയാവുന്ന പോലെ ആർക്കും നമ്മളെ അറിയത്തില്ല. ഈ ഒരു ബോധം മനസ്സിൽ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും മിത്രങ്ങളും അവരൊന്നും ഇഷ്ടപ്പെടാത്ത, സമ്മതിക്കാത്ത ഈ ഒരു ദൈവത്തിൻ്റെ പുറകെ, ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെന്തോ സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഓർക്കാതെ ചിലർ ഇതിനകത്ത് എടുത്തു ചാടും. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗം കേട്ടുള്ള ആളുകാരൊക്കെ മിക്കവാറും ഈ ഒരു പാട്ട് മിസ്സാകാൻ സാധ്യതയില്ല. എന്നെ ഒരുപാട് ഉറപ്പിച്ചു തരുന്നൊരു പാട്ടാണ്. ആഴിയെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് ഭയപ്പെട്ടുമില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ്റെ നടുവിൽ. ഇതിനെ ഇറങ്ങിയത് നീ വിളിച്ചു, അതേ അറിയത്തുള്ളൂ. നിന്റെ വിളികേട്ട് ഇറങ്ങി തിരിച്ചതാ, നിന്റെ വിളികേട്ട് ഇറങ്ങി തിരിച്ചതാ. താഴെക്കടലിൽ ചാടുന്ന പരിപാടിയാ. നാട്ടുകാരെയും വീട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ വെറുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ അനുവാദം മേടിക്കാതെ, അവരുടെ സമ്മതമില്ലാതെ ഈ നസ്രായ ഗുരുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് താഴെക്കടലിൽ ചാടുന്ന ഇടപാടാണ് എന്നുള്ളത് മനസ്സിലാകാത്ത ചില ഇന്നസെന്റ് പീപ്പിൾ. അവർ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കും. ഇവരൊറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ മുന്നിൽ അവർ കർത്താവിനെ കാണുന്നുണ്ട്. അവർ മുന്നിൽ അവർ കർത്താവിനെ കാണുന്നുണ്ടെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാം. മറ്റുള്ളവർക്ക് കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചെന്നുള്ളത് ഒരുപാട് പേർക്കും അറിയത്തുമില്ലാത്തത് കൊണ്ട് അവർ ചിന്തിക്കും, ഇവന്റെ സ്ഥിതി എന്തുവാ, ഇവരുടെ സ്ഥിതി എന്തുവാ, ഇവൻ എവിടം വരെ പോവും, ഇവളെവിടം വരെ പോവും, എവിടെ ചെന്ന് അവസാനിക്കും.
എന്നിട്ട് നാട്ടുകാർ വിധി എഴുതും. ഇതധികം മുന്നോട്ട് പോകത്തില്ല. ഇത് ശരിയാകാനുള്ള പോക്കല്ല. കാരണം ജീവിതമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പ്രതിസന്ധികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ജീവിതം. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ജീവിതം. ദി അൺഎക്സ്പെക്റ്റഡ് can happen at any time. Unexpected can happen any time. ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ആത്മീയ ജീവിത യാത്രയിൽ വന്ന് ഭവിക്കും. അല്ലെങ്കിൽ നീ അതിനകത്ത് നിന്ന് ചാടും. ചെന്ന് ചാടി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്ന പലപ്പോഴും ചിലർക്ക് തോന്നുന്നത്, well, I have been forsaken, I have been abandoned, I have been left aside. ഞാൻ കൈവിടപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടുവെന്ന്. മനുഷ്യരാൽ കൈവിടപ്പെട്ടു, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടു, സമൂഹത്താൽ ഉപേക്ഷിക്കപ്പെട്ടു. ചില സമയത്ത് മേപ്പോട്ട് നോക്കുമ്പോൾ സ്വർഗവും അടഞ്ഞു. ഒരുപാട് പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്ന് തോന്നി. ദൈവം പോലും എന്നെ കൈവിട്ടോ. അങ്ങനെ വരുമ്പോഴാ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്. God, you also? God, you also? You too abandoned me, Lord? അങ്ങ് പോലും എന്നെ കൈവിട്ടോ? കൈവിട്ടു എന്നൊരു ധാരണ ഹൃദയത്തിൽ വന്നാൽ ആരോട് മറുപടി പറയും? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി പറയുന്നില്ല. എൻ്റെ യാചന കേൾക്കുന്നില്ല. എൻ്റെ കരച്ചിലങ്ങ് എത്തുന്നില്ല. എൻ്റെ വിഷയങ്ങൾ ദൈവം ഇറങ്ങുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഫീലിംഗ്, എന്നൊരു തോന്നൽ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ആരോട് പോയി ചോദിക്കും? ആരോട് മറുപടി പറയും? ആരോട് ചോദിക്കും? ആര് മറുപടി പറയും? God has abandoned me. ദൈവം എന്നെ കൈവിട്ടു. അനേക ദൈവമക്കളും അവർ വന്നെത്തുന്ന ഒരു പ്രതിസന്ധിയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ ഘട്ടമാണ്. പ്രതിസന്ധികളുടെ ഘട്ടം. ഈ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ച രാത്രിയിൽ ഇറങ്ങിത്തിരിച്ചപ്പം എന്തെന്നറിയാമോ? അവരുടെ പിന്നിൽ നിന്ന് ഒരു വെളിച്ചം കൂടി ഇറങ്ങിത്തിരിച്ചു. ഒരു പ്രകാശം കൂടി ഇറങ്ങിത്തിരിച്ചു. അതവരറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല? അവരുടെ പിന്നിൽ നിന്ന് ഒരു തീ ഇറങ്ങി തിരിച്ച കാര്യം അറിഞ്ഞില്ല. പക്ഷെ അവർ ചെങ്കടലിൻ്റെ അടുത്ത് വന്നു. ചെങ്കടലിൻ്റെ അവിടെ വന്നപ്പോൾ എന്തറിയാമോ? ഈ തീ അവിടെ അങ്ങ് നിന്നു. എവിടെ നിന്നു? മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ അലഞ്ഞു നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ തീ അവിടെ നിൽക്കുക. എന്തിനാ തീ നിൽക്കുന്നത്? പുറകിൽ നിന്ന് വരുന്നുണ്ട് ഒരു കൂട്ടർ. ആര്? മിസ്രൈമർ വരുന്നുണ്ട്. വലിയ സൈന്യത്തോടെ വരികയാണ് കേട്ടോ. ഇപ്പം പിടിച്ചും തിന്നുകളയും, പിടിക്കും, തിന്നും, കവർച്ച, പങ്കിടും, ഇവരെല്ലാം കടലിൽ മുക്കും. ഇതൊക്കെ വലിയ പ്രതീക്ഷയല്ല ശത്രു പുറകെ വരുന്നത്. പക്ഷെ ദൈവം എന്തെന്നറിയാമോ? ഈ തീക്കകത്ത് നിന്ന് ദൈവം ഫറവോനെ നോക്കി, മിസ്രൈമിലെ രഥങ്ങളെ നോക്കി. തകർന്നുപോയി. അവര് അടുക്കാൻ കഴിയത്തില്ല. ഇത് ഇവർക്ക് മനസ്സിലായില്ല. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. ഞാനൊരു കാര്യം നല്ലപോലെ നിങ്ങളോട് പറയാം. ഈ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പം ആരാ പറഞ്ഞ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്? ഞാൻ മുമ്പേ പാട്ട് പാടിയ പോലെ ആഴിയൊന്നും ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ. നീ വിളിച്ചു, നിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചതാ എന്ന് പറഞ്ഞപ്പം
നീ ഒറ്റയ്ക്ക് ഇറങ്ങിയെന്ന് ആരാ പറഞ്ഞത്? എ ഫയർ ഓൾസോ സ്റ്റാർട്ടഡ്. ഒരു തീയും ഇറങ്ങി തിരിച്ചു. ഈ തീ ഇറങ്ങി തിരിച്ച കാര്യം, പുറകെ ഇറങ്ങി തിരിച്ച കാര്യം, അനേക ദൈവമക്കൾക്ക് ആ ഒരു വീക്ഷണം അതിൻ്റെ ആ സമയത്ത് ലഭിക്കാത്തതുകൊണ്ട്, ആ ഒരു കാഴ്ചപ്പാട് ആ സമയത്ത് ലഭിക്കാഞ്ഞതുകൊണ്ട് ഈ തീ തങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെ നീ വീണു പോകാഞ്ഞത്? ഇതുവരെ തകർന്നു പോകാഞ്ഞത് എന്താ? ശത്രു വിഴുങ്ങിക്കളയാഞ്ഞത് എന്താ? ദുഷ്ടന്റെ വായിൽ നീ പെട്ടുപോകാഞ്ഞത് എന്താ? ഒരു മറുപടിയേ ഉള്ളൂ. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായിട്ട് അവിടെ നിന്നുകൊണ്ടാണ്. മരുഭൂ പ്രയാണം മുഴുവൻ ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? പകല് ഇവർ ഈ മരുഭൂമി താമസിക്കുകയല്ലേ, അവിടെ ഒരുപാട് ദുഷ്ടജന്തുക്കളുണ്ട് കേട്ടോ. ഈ കുറുക്കന്മാരും ചെന്നായ്ക്കളും അതുകൊണ്ട് ഒരുപാട് ദുഷ്ടജീവികളുള്ള മരുഭൂമിയാണത്. ഒത്തിരി പേർക്കും ആഗ്രഹമുണ്ട് രാത്രിയാകട്ടെ ഇസ്രായേലിൻ്റെ കൂടാരങ്ങളിലൊന്ന് കയറാറുണ്ട്. കൂടാരമല്ലയോ, ഇടിച്ചു കയറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ രാത്രിയാകുമ്പോൾ എന്താ പറ്റുന്നറിയാമോ? ഈ അഗ്നിസ്തംഭം ഇറങ്ങി ഇവർക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വെളിച്ചമുണ്ടെന്ന് മാത്രമല്ല, അതിനോട് അടുക്കാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ 40 വർഷം അഗ്നിസ്തംഭത്തിൻ്റെ അഗ്നിത്തൂണിൻ്റെ തണലിൽ 40 വർഷം അവർ ജീവിച്ചു. ഇതിനോടിടയ്ക്ക് പലപ്പോഴും ഈ വെളിച്ചം തീയായി മാറിയ സംഭവങ്ങളുണ്ട്. വെളിച്ചം തീയായി മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് മോശയ്ക്ക് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായി. കൂട്ടുകെട്ടുണ്ടായിട്ട് മോശയുടെ ലീഡർഷിപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടർ മുന്നോട്ട് വന്നു. മോശ തകർന്നു പോയി. ദൈവസന്നിധിയിൽ പോയി കിടന്ന് കരയാൻ തുടങ്ങി. ദൈവം മോശയോട്, നീ എന്തിനാ കരയുന്നത്? എന്താ സംഭവിച്ചത്? ദൈവസന്നിധിയിൽ നിന്ന് ഒരു തീ പുറപ്പെട്ട് ഈ മുഴുവൻ എണ്ണത്തിനെ ദഹിപ്പിച്ചു കളഞ്ഞു. എത്ര എണ്ണത്തിനെ? ഇസ്രയേലിനെ സംരക്ഷിക്കുവാൻ നിന്ന വെളിച്ചം ഒരു തീയായിട്ട് മാറി. അപ്പൊ ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയാകും. അവന്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായി വിരിക്കും. ഈ സംഭവങ്ങൾ ധാരാളം കണ്ടിട്ടുള്ള ഇസ്രായേൽ മക്കളോട് ദൈവം ഇവിടെ യെശയ്യാവിൽ കൂടെ പറയുക, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? നിങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പം ഒരു തീ ഇറങ്ങിത്തിരിച്ചില്ലയോ? ഒരു വെളിച്ചം ഇറങ്ങിത്തിരിച്ചില്ലയോ? ആ വെളിച്ചം തീയാകും. അവന്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായിരിക്കും. പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായിരിക്കും. എന്നിട്ട് പറഞ്ഞു, അത് കത്തും. ഏത്? നിനക്ക് വെളിച്ചം തരുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ വെളിച്ചം നിനക്ക് മുറ്റു ഒരു തീയാകും. തീയായി കഴിയും പറ്റുന്ന എന്താ? ഒരു ദിവസം കൊണ്ട്, ഇൻ വൺ ഡേ, അവന്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ചു കളയും. എന്ന് പറഞ്ഞാൽ നിന്നെ കുത്തി നോവിക്കുന്ന, വിഷമിപ്പിക്കുന്ന, വേദനപ്പെടുത്തുന്ന സകല വിഷയങ്ങളെയും ഒറ്റ ദിവസം കൊണ്ട് ദൈവം കരിച്ചു കളയും. പിന്നെ ഞാൻ പറയുമ്പം, യു ക്യാൻ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ, ബട്ട് ബാബു, ക്യാൻ യു ടെൽ മീ വെൻ ദാറ്റ് ഡേ ഈസ്? അത് എന്നാ സംഭവിക്കാൻ പോകുന്നത്? ക്യാൻ യു ടെൽ മീ വെൻ ദാറ്റ് ഡേ ഈസ്? അതും അതേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൂടെ വായിച്ച് കേൾപ്പിച്ച് നമ്മുടെ ഈ ലിറ്റിൽ ബൈബിൾ സ്റ്റഡി നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ 27ാമത്തെ വാക്യത്തിൽ, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അന്നാളിൽ, ഓൺ ദാറ്റ് ഡേ. ഏത് ദിവസം? ആ ദിവസത്തെ പറ്റി പറയാൻ പോവാ. ദുഷ്ടൻ എന്താ ചെയ്യുന്നറിയാമോ?
ഈ പഴയ കാളവണ്ടിക്കാരുടെ സ്വഭാവം ആ ദുഷ്ടൻ്റെ. കാളവണ്ടിക്ക് ഈ കാളവണ്ടിയിൽ ഈ ഞങ്ങളുടെ കൃഷിസാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അത് കാളവണ്ടിക്കാരൻ മാർക്കറ്റിൽ കൊണ്ടുവരും, നമ്മൾ അവിടെ പോയി വിൽക്കും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു, കുഞ്ഞച്ചൻ ചേട്ടൻ. കുഞ്ഞച്ചൻ ചേട്ടനാണ് നല്ല കാളവണ്ടിക്കാരൻ. നമ്മൾ ഈ ഏത്തക്കൊലയും ചേനയും ഒക്കെ റോഡിൻ്റെ അവിടെ വെച്ചിട്ട് വീട്ടിൽ പോയി കിടക്കും. കുഞ്ഞച്ചൻ ചേട്ടൻ വെളുപ്പിന് കാളവണ്ടി കൊണ്ട് പോകുന്നുണ്ടെ ഈ ചേന എടുത്ത് ഒരു വാഴക്കൊല എടുത്ത് ഇതിനകത്ത് വെക്കും. അടുത്ത ആളിൻ്റെ എടുത്ത് വെക്കും, അടുത്ത ആളിൻ്റെ എടുത്ത് വെക്കും. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് കുഞ്ഞച്ചൻ ചേട്ടൻ ഇവിടെ എത്തും. എവിടെ? കോഴഞ്ചേരിയിലെത്തും. അപ്പോഴേക്കും നമ്മൾ ബസ് കയറി കോഴഞ്ചേരിയിലെത്തും, സാധനം വയ്ക്കും. അപ്പോൾ കുഞ്ഞച്ചൻ ചേട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാളവണ്ടി എംറ്റിയാണ്. കാള നല്ല കൂളായിട്ട് വലിക്കുക. ഓരോ സ്ഥലത്ത് നിർത്തുമ്പം ഓരോ ഭാരം എടുത്ത് വെക്കും. അവസാനം കോഴഞ്ചേരി എത്താറാകുമ്പോഴത്തേക്ക് ഈ കാളയുടെ അവസ്ഥ കാണണം. ഇതാ ദുഷ്ടൻ്റെ പരിപാടി. ദുഷ്ടൻ ഒരു പ്രോബ്ലം കൊണ്ടുവരും ജീവിതത്തിൽ, ഒരു പ്രശ്നം. അതൊരു നുകം പോലെ കഴുത്തെ വെച്ച് കെട്ടും. ഈ കഴുതി നുകത്തിനടിയിൽ നീ ആയി എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഇനി വഴിയെ പോകുന്ന സകല പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയതും ഇവരുണ്ടാക്കിയതും നാട്ടുകാരുണ്ടാക്കിയതും വീട്ടുകാരുണ്ടാക്കിയതും കെട്ടിയവരുണ്ടാക്കിയതും മക്കളുണ്ടാക്കിയതും ഭാര്യ ഉണ്ടാക്കിയതും ചർച്ചുകാരുണ്ടാക്കിയതൊന്നും വേണ്ട. സകലതും ഓരോന്നോരോ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഇട്ടിട്ടിട്ടിട്ടിട്ട് അവസാനം നീ ഒരു പരുവമാകും. ഇത് വലിച്ച് 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 എൻ്റെ ദൈവം തമ്പുരാൻ ഇനി എത്ര നാളൂടെ? Now, how long more shall I do it? ഇതിനൊരു പരിഹാരമില്ലയോ? ഇതിന് അവസാനമില്ലയോ? അവസാനമുണ്ട്. ഏതായതിൻ്റെ അവസാനം എന്നറിയാമോ? On that day. ആ ഡേയെ പറ്റി ഞാൻ പറയാം. അന്നാളിൽ അത് ഞാൻ പറയാൻ പോവാ. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. That means one day the Lord will come. കർത്താവ് വന്നിട്ടെന്നറിയാമോ? ഈ ഭാരം ഓരോന്നോരോന്ന് എറിഞ്ഞ് നീ റിലീസ്ഡായി ലാസ്റ്റ് പോയിന്റ് വരുമ്പം ഈ ഇരിക്കുന്ന നുകം അങ്ങ് ഒടിച്ചു കളയും. ഫിനിഷ്ഡ്. അന്നാളിൽ അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ ചുമലിൽ നിന്നും നീങ്ങിപ്പോകും. ഏത് ദിവസം നീങ്ങിപ്പോകുന്നത്? ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ്. അതുകൊണ്ട് മലയാളത്തിൽ ഒരു ചെറിയ പരിഭാഷ തെറ്റുണ്ടായി. പുഷ്ടി നിമിത്തം നുകം ഒടിയുമെന്ന്. പുഷ്ടി നിമിത്തമല്ല, അഭിഷേക നിമിത്തം നുകം ഒടിയുമെന്ന്. God has a mechanism tailor-made for every child of God. ദൈവത്തിന് ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്. അതൊരു കോമൺ പ്രവർത്തന പദ്ധതിയല്ല. എന്ന് പറയുമ്പം എല്ലാവരും കൂടി കിട്ടുമ്പോഴും നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എനിക്കങ്ങ് പട്ടിണിയായെന്ന് പറഞ്ഞാൽ എനിക്ക് അരി കിട്ടത്തില്ല. എനിക്ക് റേഷൻ കടയിൽ എല്ലാവർക്കും അരി വരുമ്പോഴേ എനിക്ക് അവിടെ പോയി അരി മേടിക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെ എല്ലാവർക്കും കൂടെ പ്രവർത്തിക്കുമ്പം നിനക്കും കിട്ടുന്ന ഒരു സൊല്യൂഷനല്ല. ഓൾ ഫോർ യു, നിനക്ക് വേണ്ടി മാത്രം ടൈലർ മെയ്ഡായ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്. എന്താ പ്രവർത്തന പദ്ധതി എന്നറിയാമോ? യു ഷുഡ് സിറ്റ് അറ്റ് ദ ലോർഡ്. എന്നിട്ട് എന്താ ചോദിക്കേണ്ടത്? ആ ഭാരം മാറ്റണം, ഈ ഭാരം മാറ്റണം, മറ്റേ ഭാരം മാറ്റണം, ഈ പ്രശ്നം മാറ്റണം. പ്രശ്നങ്ങളുടെ പട്ടിക ദൈവത്തിന് എഴുതി കൊടുക്കുക അല്ല. മറിച്ച് എന്താ ചെയ്യുന്നറിയാമോ? ലോർഡ്, ഐ നീഡ് ദ ഹോളി സ്പിരിറ്റ്. I need a fresh anointing. Yes, I know I am already anointed, but a greater anointing. ഞാൻ ഓൾറെഡി അഭിഷക്തനാണ്, എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് എനിക്കറിയാം. But I need a greater anointing. എന്തിനു വേണ്ടി? When that anointing builds up and up and up and up and up
അഭിഷേകം നിന്നിൽ വളർന്ന് 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 വളർന്നു വരുന്ന ഒരു സമയത്ത്, on that day when the anointing reaches the optimum point, ദൈവം നിന്നെപ്പറ്റി ഉദ്ദേശിക്കുന്ന അഭിഷേകം അതിൻ്റെ ഓപ്റ്റിമം പോയിന്റിൽ എത്തുന്ന അന്ന് എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഭാരം നിന്റെ ചുമലിൽ നിന്നും, അവൻ്റെ നുകം നിന്റെ തോളിൽ നിന്നും ഒടിഞ്ഞു പോകും. ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ്. അത് ഒടിച്ചു കളഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? then happens the light turning into fire. ഇസ്രായേലിന്റെ വെളിച്ചം തീയായിട്ട് മാറുന്ന അനുഭവം അന്നാ ഉണ്ടാകുന്നത്. അവന്റെ പരിശുദ്ധനായ യഹോവ ഒരു ജ്വാലയായി വിരിക്കും. എന്തിനാ ആ തീ നിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതാ? എന്തിനാ തീ നിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതാ? തീ ഇറങ്ങി തിരിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. തീക്ക് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ചില വിഷയങ്ങളിൽ നീ ചെന്ന് പെടുമെന്ന് നിന്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട്. സോ വാട്ട് ഈസ് ഗോഡ് സൊല്യൂഷൻ? ഒരു ദിവസം കൊണ്ട് ശത്രു നിനക്ക് മുമ്പിൽ കൊണ്ടുവന്ന സകല മുള്ളും പറക്കാരെയും ഒരു ദിവസം കൊണ്ട് ദഹിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച്, ലോർഡ് ഐ നീഡ് എ ഗ്രേറ്റർ അനോയിന്റിങ്. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എനിക്ക് ലഭിക്കണം. ഈ നാളുകൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ബൈ.